പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം സാംസ്കാരിക കലാമേഖലകളിലും ശ്രദ്ധയൂന്നിക്കൊണ്ട് കടങ്ങോട് പഞ്ചായത്ത് നടപ്പിലാക്കിയ നൃത്ത പഠന വിദ്യാലയത്തിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ 28 കലാകാരികൾ അരങ്ങേറ്റം കുറിച്ചു. കുട്ടികളും മുതിർന്നവരുമടക്കമുള്ളവരുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. എയ്യാൽ ക്ഷേത്ര മൈതാനിയിൽ ചിലങ്കനാദം എന്ന പേരിൽ നടന്ന അരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനം 28 നർത്തകർക്കും ചിലങ്കകൾ നൽകിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. കലയുടെ മക്കൾക്ക് ഒരു അവസരം നേടിക്കൊടുക്കുക എന്നുള്ള ഏറ്റവും വലിയ മാതൃകാപരമായിട്ടുള്ള ഒരു ഉദ്യമത്തിനാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം എന്നതിനേക്കാളപ്പുറം സാംസ്കാരികപരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് പദ്ധതി വിഹിതം മാറ്റിവെക്കുക, അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുക എന്നുള്ള വലിയ ഒരു മാതൃകമായിട്ടുള്ള ഒരു പദ്ധതി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്നു. ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും വളരെ ഭംഗിയായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള കലാപരിപാടികൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഞാൻ ഓർക്കുന്നു, ഇതേ നമ്മുടെ അയ്യാലി കാർത്യായനി ക്ഷേത്ര അങ്കണത്തിൽ വെച്ച് ഒരിക്കൽ ചെണ്ടമേളത്തിന്റെ അരങ്ങേറ്റവും ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളിത്തിരുത്തി ഉണ്ണിനായരാണ് ചെണ്ടമേള അഭ്യസിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അരങ്ങേറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായിരുന്നു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ മണി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി ലോറൻസ്, മെമ്പർമാരായ ടെസി ഫ്രാൻസിസ്, രമ്യ ഷാജി, MK ശശിധരൻ, PA മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന് പഞ്ചായത്ത് മെമ്പർമാരായ ബീന രമേശ് സ്വാഗതവും KR സിമി നന്ദിയും പറഞ്ഞു. തുടർന്ന് ഭാവരാഗ താള ലാസ്യങ്ങളോടെ നൃത്ത അധ്യാപിക കലാമണ്ഡലം നീലിമ നിഖിലിന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 28 നൃത്ത കലാകാരികളുടെ നൃത്തസന്ധ്യയും അരങ്ങേറി.